شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, സൂറത്തുൽ മുദ്ദസിറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ആയത്താണ് ഇനി പഠിക്കാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. മൂന്നും നാലും ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. നാല് ആയത്തുകൾ. ഇവിടെ ഇനി ഇതിൻ്റെ അർത്ഥം പഠിക്കാം ഇൻഷാ അല്ലാഹ്. വറബ്ബക ഫകബ്ബിർ. വറബ്ബക നബിയെ, അങ്ങയുടെ രക്ഷിതാവിനെ ഫകബ്ബിർ, അങ്ങ് മഹത്വപ്പെടുത്തുകയും ചെയ്യുക. വറബ്ബക ഫകബ്ബിർ, താങ്കളുടെ റബ്ബിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുക. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കുകയും അല്ലാഹു അക്ബർ എന്ന് പറയുകയും അത് കേട്ട് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയും അല്ലാഹു അക്ബർ എന്ന് പറയുകയും അത് വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതിന് മറുപടിയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്ന് ഖദീജ ബിബി മനസ്സിലാക്കുകയും ചെയ്തു എന്ന് തഫ്സീറിൽ കാണാം. കാരണം വറബ്ബക ഫകബ്ബിർ എന്ന കൽപ്പനയല്ലേ, ഉടനെ തന്നെ പറഞ്ഞു അല്ലാഹു അക്ബർ. പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുമ്പോഴും അങ്ങനെ ശ്രദ്ധിക്കുക, പരമാവധി മറുപടി പറഞ്ഞു ഓതാൻ ശ്രമിക്കുക. നമ്മൾ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് മുമ്പ്. നാലാമത്തെ ആയത്ത് വസിയാബക ഫതഹിർ. വസിയാബക ഫതഹിർ, നബിയെ അങ്ങയുടെ ഡ്രസ്സ് അങ്ങ് വൃത്തിയാക്കുകയും ചെയ്യുക, ശുദ്ധീകരിക്കുകയും ചെയ്യുക. സിയാബ്, സൗബ് എന്ന് പറഞ്ഞാൽ വസ്ത്രം, അതിൻ്റെ പ്ലൂറലാണ് സിയാബ്. ഫതഹിർ, അങ്ങ് ശുദ്ധിയാക്കുകയും ചെയ്യുക. തജ്വീദ് ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ യാ അയ്യുഹൽ മുദ്ദസ്സിർ, യാ അവിടെ പിന്നെ മദ് മുൻഫസിലാണ് അല്ലേ, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ആ വിഷയം. യാ എന്നത് ഒരു കലിമത്തിലാണ്, ഒരു പദത്തിലാണ് മദ്ദക്ഷരം, അതിനുശേഷം പിന്നെ ഹംസ് മറ്റൊരു കലിമത്തിൽ വന്നു. യാ അയ്യുഹ, അവിടെ പിന്നെ മുൻഫസിലായ മദ് നീട്ടേണ്ട കണക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. ഇൻഷാ അല്ലാഹ് തജ്വീദ് അതിൻ്റെ നിയമങ്ങൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓതുന്ന സമയത്ത് പരമാവധി ക്ലിയറായി ഓതാൻ ശ്രമിക്കുക. നിയമങ്ങൾ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കേണ്ട എന്നുള്ള നിലക്കാണ്. സൗകര്യം പോലെ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് പറയുകയും ചെയ്യാം. വസിയാബക ഫതഹിർ, ജനങ്ങളെ അങ്ങയുടെ വസ്ത്രം അങ്ങ് ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതുവരെ ഈ നാല് ആയത്തുകളിൽ അല്ലാഹു തആല പറഞ്ഞത് ജനങ്ങളെ താക്കീത് ചെയ്യാൻ ഉണർത്തി ആദ്യം, അതിനുശേഷം അള്ളാഹുവിൻ്റെ മഹത്വം പ്രകീർത്തിക്കാൻ വേണ്ടി പറഞ്ഞു, അതിനുശേഷം എന്താണ് പറയുക വസിയാബക ഫതഹിർ. ഇത് എന്താണ് ഈ വസ്ത്രം ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞത്, എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം, ഇനി അത് നോക്കാം. നിസ്സാരമായ വസ്തുക്കൾക്ക് പോലും ആരാധനയിൽ അള്ളാഹുവിൻ്റെ സ്ഥാനം കൊടുത്തിരുന്ന ആളുകളാണ് മുശ്രിക്കീങ്ങൾ. അങ്ങനെയാണല്ലോ, അള്ളാഹുവിനെ ആരാധിക്കും, അതേപോലെ അള്ളാഹിൻ്റെ കൂടെ വേറുള്ള കുറേ ബിംബങ്ങളെ വെച്ചിട്ട് അള്ളാഹുവിനോട് കൂടെ പങ്കു ചേർത്ത് അള്ളാഹുവിന് അതേ സ്ഥാനം കൊടുത്ത് അത് ചെറിയ നിസ്സാരപ്പെട്ട വസ്തുക്കൾക്ക് പോലും അങ്ങനെ കൊടുത്തിരുന്നു എന്നാണ്. വസ്ത്രങ്ങൾ ശുദ്ധിയാക്കുക, ഈ റബ്ബക ഫകബ്ബിർ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ മഹത്വത്തെ അങ്ങ് പ്രകീർത്തിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനും മഹത്വമില്ല, അള്ളാഹുവിൻ്റെ മഹത്വം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. മുശ്രിക്കുകൾ ആളുകൾ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും
അള്ളാഹുവിൻ്റെ അതേ സ്ഥാനം കൊടുത്ത് അതേ മഹത്വം കൊടുത്ത് പ്രകീർത്തിച്ച് അതിനെ ആരാധിച്ച് നടന്നിരുന്ന ആളുകളാണ്. അതൊന്നും വേണ്ട നബിയെ. വറബ്ബക, അങ്ങയുടെ രക്ഷിതാവിനെ മാത്രം ഫകബ്ബിർ, അങ്ങ് പ്രകീർത്തിക്കുക. വറബ്ബക എന്ന് മുന്തി പറഞ്ഞത് അതുകൊണ്ടാണ്. ശരിക്കും അവൾ അറബി പ്രകാരം എങ്ങനെ പറയാ? കബ്ബിർ റബ്ബക്ക എന്നാണ്. ഞങ്ങൾ റബ്ബിന് തക്ബീർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പറയേണ്ടത്. ഫേലും പിന്നെ മഫ്ഊല പറയേണ്ടത്. മഫ്ഊലിന് ആദ്യം പറഞ്ഞു, വറബ്ബക, അത് ആദ്യം പറഞ്ഞു. അന്ന് പറഞ്ഞാൽ ആ റബ്ബിനെ മാത്രം എന്നർത്ഥം പറയാം. റബ്ബക ഫകബ്ബിർ, അങ്ങയുടെ റബ്ബിനെ അങ്ങ് പ്രകീർത്തിക്കുകയും ചെയ്യുക. ഖുറൈശികൾ അല്ലെങ്കിൽ മുശ്രിക്കീങ്ങൾ ചെയ്യുന്ന മറ്റുള്ള ബിംബങ്ങൾക്കൊന്നും അള്ളാഹുവിൻ്റെ സ്ഥാനം കൊടുക്കരുത്, അതൊക്കെ ശിർക്കാണ് എന്ന് ഉണർത്തുകയാണ് അവിടെ. ഇനി 4-ാമത്തെ ആയത്തിൽ വസിയാബക ഫതഹിർ, അങ്ങയുടെ വസ്ത്രങ്ങളെ ശുദ്ധിയാക്കുക. ഇത് വല്ലാത്ത ശ്രദ്ധേയമായ ഒരു കൽപ്പനയാണ്. ശുദ്ധിക്കും വെടിപ്പിനും ഇസ്ലാം നൽകുന്ന പ്രാധാന്യം ഈ ഒരൊറ്റ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. വസിയാബക ഫതഹിർ. സാന്ദർഭികമായി ഇവിടെ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ബഹുദൈവ വിശ്വാസികൾ, മുശ്രിക്കീങ്ങളായ ആളുകൾ അവരുടെ വസ്ത്രങ്ങളൊക്കെ നിലത്തിട്ട് ഇഴച്ച് വലിക്കുകയും അതിന്മേൽ നജസ് പറ്റുന്നതിൽ അശ്രദ്ധരായിരിക്കുകയും ചെയ്തിരുന്നു. പൊതുവെ അന്ന് അങ്ങനെയാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്, അന്നും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിന് വേറെ കുറേ അഭിപ്രായങ്ങൾ, കുറേ അർത്ഥങ്ങൾ പണ്ഡിതന്മാർ ഈ 4-ാമത്തെ ആയത്തിന് കൊടുത്തിട്ടുണ്ട്. 8ഓളം അഭിപ്രായങ്ങളുണ്ട്. 8 അഭിപ്രായങ്ങൾ. സത്യത്തിൽ ശുദ്ധിക്കും വൃത്തിക്കുമൊക്കെ പരിശുദ്ധ ദീൻ നൽകിയ ഈ ഒരു പരിഗണന അത് വകവെക്കാതെ എടുക്കുന്ന വസ്ത്രങ്ങളും മറ്റുമൊക്കെ വലിച്ചിഴച്ച് മാലിന്യം പുരട്ടി ഈ പറയപ്പെട്ട ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നടക്കുന്ന ആളുകൾക്ക് ഗൗരവമായ താക്കീതാണ് ഈ ഒരു ആയത്ത് വസിയാബക ഫതഹിർ എന്ന് പറഞ്ഞാൽ. അവർ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി അല്ലാഹു തആല വളരെ കൃത്യമായി എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ആ വിഷയം പറയുകയാണ്. 8 വ്യാഖ്യാനങ്ങൾ ഈ ആയത്തിന് പണ്ഡിതന്മാർ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത്, ഇവിടെയുള്ള ഉദ്ദേശം വസിയാബക ഫതഹിർ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം അന്നൽ മുറാദ ബിസ്സിയാബി അൽ അമലു. ഇവിടെ സിയാബ് എന്ന് പറഞ്ഞതുകൊണ്ട്, വസ്ത്രം എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം പ്രവർത്തനം എന്നാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ശുദ്ധിയാക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശം എന്നതാണ് ഒന്നാമത്തെ അഭിപ്രായം. ഈ വ്യാഖ്യാനത്തിന് ന്യായം എന്താ? അതായത് ഒരാളുടെ പ്രവർത്തനങ്ങൾ നന്നായാൽ അയാളുടെ വസ്ത്രം ശുദ്ധമാണ്, അയാളുടെ പ്രവർത്തനം മോശമായാൽ വസ്ത്രം മോശമായവൻ എന്ന് സാധാരണഗതിയിൽ അറബിയിൽ പറയാറുണ്ടത്രേ. അറബി ഭാഷയിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ടത്രേ. ഒരാൾ നല്ല ഉഷാറ് പ്രവർത്തനങ്ങൾ ചെയ്ത് നടക്കുന്ന ആളുകളാണെങ്കിൽ അയാളെക്കുറിച്ച് ആളുകൾ പറയുമത്രേ, ഫുലാനുൻ ഹസനുസിയാബി താഹിറുസിയാബി, ഫുലാനുൻ താഹിറുസിയാബി, ഓൻ വസ്ത്രം ശുദ്ധിയായവനാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്നർത്ഥം. അറബി ഭാഷയിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ഒരാൾ നന്നായ ഒരാളെക്കുറിച്ച് താഹിർ സിയാബി എന്ന് പറയും. അതേസമയം ഒരാൾ മോശമായാലോ അയാൾ ഖബീസു സിയാബി എന്ന ആളെ കുറിച്ച് പറയും. ഖബീസു സിയാബി എന്ന് പറഞ്ഞാൽ മോശമായ വസ്ത്രം ധരിച്ചവൻ, വസ്ത്രത്തിൽ അഴുക്ക് പുരണ്ടവൻ എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഒരു അർത്ഥത്തിന് വസിയാബക ഫതഹിർ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ പ്രവർത്തനങ്ങളെ അങ്ങ് ശുദ്ധീകരിക്കുക എന്നതാണ്. ഇതാണ് ഒന്നാമത്തെ ന്യായം, ഒന്നാമത്തെ അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന് പറഞ്ഞ ഒരു ഹദീസും ഇതിന് ഉപോത്പകമായി ഈ അഭിപ്രായം പറഞ്ഞ ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യുഹ്ശറുൽ മർഉ ഫീ സൗബൈഹി അല്ലദൈനി മാത അലൈഹിമാ, യുഹ്ശറുൽ മർഉ ഫീ സൗബൈഹി അല്ലദൈനി മാത അലൈഹിമാ. ഒരു മനുഷ്യൻ മഹ്ശറയിലേക്ക് ഹാജരാക്കപ്പെടുന്നത് അവൻ്റെ 2 വസ്ത്രങ്ങളിലാണ്. ഏതാണ് 2 വസ്ത്രങ്ങൾ? ഏതു 2 വസ്ത്രങ്ങളുടെ മേലിലാണോ അയാൾ മരണപ്പെട്ടത് ആ 2 വസ്ത്രങ്ങളിലാണ് അയാൾ മഹ്ശറയിലേക്ക് ഹാജരാക്കപ്പെടുന്നത്. അതായത് അമലുഹു സ്വാലിഹു വത്വാലിഹു, അദ്ദേഹത്തിൻ്റെ മോശമായ പ്രവർത്തനങ്ങളും നല്ല പ്രവർത്തനങ്ങളും. ഇതാണ് 2 വസ്ത്രങ്ങൾ. അപ്പോൾ നല്ല പ്രവർത്തനങ്ങളിലായി മരിച്ച ആളാണെങ്കിൽ ആ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളായിട്ടാണ് അദ്ദേഹം ഖിയാമത്ത് നാൾ വരിക. മോശമായ പ്രവർത്തനങ്ങളിലായി മരിച്ച ആളാണെങ്കിൽ ആ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളായിട്ടാണ് വരിക. ഇവിടെ ഈ ഹദീസിൽ ഫീ സൗബൈഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ചല്ലോ. അമലുകളെ കുറിച്ച് വസ്ത്രം എന്ന അർത്ഥത്തിന് വരുന്ന സൗബ് എന്ന് പ്രയോഗിച്ചില്ലേ, അതുകൊണ്ട് ഈ ആയത്തിലും വസിയാബക ഫതഹിർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡ്രസ്സ് ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ അമലുകളാണ് ഉദ്ദേശം എന്ന് ഈ വിഭാഗക്കാർ പറയുന്നു. ഒന്നാമത്തെ അഭിപ്രായം മനസ്സിലായല്ലോ. രണ്ടാമത്തെ അഭിപ്രായം വസിയാബക ഫതഹിർ എന്ന് പറഞ്ഞാൽ അർത്ഥം അൽ ഖൽബ, ഹൃദയത്തെ വൃത്തിയാക്കുക, ഹൃദയം ശുദ്ധിയാക്കുക എന്നാണ്. അതായത് ഹൃദയത്തെ തെറ്റുകളിൽ നിന്നും വഞ്ചനയിൽ നിന്നും ശുദ്ധിയാക്കുക.
ഹൃദയമാണല്ലോ എല്ലാ കാര്യത്തിൻ്റെയും അടിസ്ഥാനം. അപ്പോൾ അവിടം ശുദ്ധമായാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശുദ്ധമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ വിഷയം പറഞ്ഞിട്ടുണ്ട്, ഹൃദയശുദ്ധിയാണ് എല്ലാ നന്മയുടെയും അടിസ്ഥാനം എന്ന്. അപ്പോൾ ഖൽബ് ശുദ്ധിയാക്കണം, തെറ്റുകളിൽ നിന്ന്, വേണ്ടാത്തരങ്ങളിൽ നിന്ന്, വേണ്ടാത്ത ചിന്തയിൽ നിന്ന്, വഞ്ചനകളിൽ നിന്ന്, ഇങ്ങനെയൊക്കെ ഒഴിവാക്കണം. ഇതാണ് രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായം, ഇവിടെ സിയാബ് എന്ന് പറഞ്ഞാൽ അന്നഫ്സു എന്നാണ്. വസിയാബക ഫതഹിർ എന്ന് പറഞ്ഞാൽ ശരീരത്തെ വൃത്തിയാക്കുക എന്നാണ്. ശരീരമല്ല, ആത്മാവ്. ആത്മാവിനെ ശുദ്ധിയാക്കുക എന്നതാണ് ഇവിടെ നഫ്സ് അല്ലെങ്കിൽ സിയാബ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ ആത്മാവ് ശുദ്ധിയാകുക എന്നത് പരമപ്രധാനമാണ്. ആത്മാവ് നശിക്കുക എന്നത് എല്ലാ നാശത്തിൻ്റെയും തുടക്കമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉദ്ദേശം വനഫ്സക ഫതഹിർ എന്ന് പറഞ്ഞതുപോലെയാണ്. ആത്മാവിനെ ശുദ്ധീകരിക്കുക, ആത്മാവിന് തെറ്റുകൾ വരുത്താതിരിക്കുക, മോശമായ ചിന്തകളില്ലാതിരിക്കുക, അതിനെ പോറലേൽപ്പിക്കുന്ന ഒരു സംഗതിയും ഉണ്ടാകാതിരിക്കുക എന്നൊക്കെ. അത് അറബികൾക്കിടയിൽ പൊതുവാണ് പറയാറുണ്ട് എന്നാണ്. നഫ്സ്, ആത്മാവിന് ശരീരം എന്ന് സിയാബ് എന്ന് പ്രയോഗിക്കാറുണ്ട്. ഇതാണ് മൂന്നാമത്തെ അഭിപ്രായം. നാലാമത്തെ അഭിപ്രായം അൽ ജിസ്ം, ശരീരത്തെയാണ് ഉദ്ദേശം. സിയാബക ഫതഹിർ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ശരീരത്തെ ശുദ്ധിയാക്കുക, ജിസ്മിനെ ശുദ്ധിയാക്കുക, ഇങ്ങനെയാണ് ഉദ്ദേശം. അഥവാ ബാഹ്യമായ തെറ്റുകളില്ലാതെ ജീവിക്കുക. ആണ്ടല്ലോ, ആന്തരികമായ ശുദ്ധി എന്തായാലും വേണം, ബാഹ്യമായ തെറ്റുകളില്ലാതെ ജീവിക്കണം. പുറം തെറ്റുകൾ ആളുകളെ കാണുന്ന രൂപത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, പരസ്യമായ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള പ്രകടമായ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക, ഇതൊന്നും ചെയ്യരുത് എന്നാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. ഇങ്ങനെയും അറബി ഭാഷയിൽ ഈ തെറ്റുകളെക്കുറിച്ച് ജിസ്മിനെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച് സിയാബ് അല്ലെങ്കിൽ സൗബ് എന്ന പ്രയോഗം നടത്താറുണ്ട്. അപ്പോൾ ഈ അറബി ഭാഷാ പ്രകാരം ഈ അഭിപ്രായങ്ങളൊക്കെ ശരിയാണ് എന്നതാണ് അത് നമ്മളിതുവരെ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. അഞ്ചാമത്തെ അഭിപ്രായം, സിയാബ് എന്ന് പറഞ്ഞാൽ അർത്ഥം അഹ്ല് എന്നാണ്, കുടുംബത്തെ ശുദ്ധിയാക്കുക എന്നതാണ്. കുടുംബത്തെ ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യമാരെയും സന്താനങ്ങളെയും ഒക്കെ നല്ല ഉപദേശം കൊടുത്തിട്ടും മര്യാദ പഠിപ്പിച്ചിട്ടും തെറ്റുകളിൽ നിന്ന് അവരെ സൂക്ഷിച്ച് മാറ്റി നിർത്തുക. ഭാര്യമാരെക്കുറിച്ച് അവർ നിങ്ങളുടെ വസ്ത്രങ്ങളാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ സിയാബക എന്ന് പറഞ്ഞാൽ ആ സിയാബ് എന്നത് ഭാര്യമാരെ കുറിച്ചാണ് അവിടെ ഉപയോഗിച്ചത്. അപ്പം ഇവിടെയും അതാണ് ഉദ്ദേശം, ഭാര്യയും കുട്ടികളും അടങ്ങുന്ന കുടുംബം എന്നതാണ് ഇവിടെ ഉദ്ദേശം എന്നാണ് അഞ്ചാമത്തെ അഭിപ്രായം. ഈ അഭിപ്രായത്തിനെ ചുവട് പിടിച്ച് ഭാര്യമാരെ ശുദ്ധിയാക്കുക എന്ന ആ ഒരു പോയിന്റ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അതായത് പതിവ്രതകളായ, സ്വാലിഹീങ്ങളായ, സ്വാലിഹത്തുകളായ, സത്യവിശ്വാസിനികളായ സ്ത്രീകൾ നിങ്ങൾ ഭാര്യമാരായി തിരഞ്ഞെടുക്കണമെന്നും അവരുമായുള്ള ശാരീരിക ബന്ധം അല്ലാഹു തആല പറഞ്ഞതുപോലെ നിയമപരമായി ആ അനുവദിച്ച സ്ഥലത്ത് മാത്രമാകണമെന്നും അതും ആർത്തവമില്ലാത്ത സമയത്ത് മാത്രമാകണമെന്നും ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് ഭാര്യമാരെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞതിലൂടെ വരുന്നത്. മക്കളെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല അദബും നല്ല തർബിയത്തും ഒക്കെ കൊടുത്ത് അവരെ തെറ്റുകളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഹുന്ന ലിബാസുല്ലക്കും അന്തും ലിബാസുല്ലഹുന്ന എന്ന് സൂറത്തുൽ ബഖറയിൽ 187 അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ വസ്ത്രം എന്നാണ് ഭാര്യയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഈ ഒരു അഭിപ്രായം രേഖപ്പെടുത്തപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് ഇനി 6-ാമത്തേതും 7-ാമത്തേതും 8-ാമത്തേതും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സഹായിക്കട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.